ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം. നിനവേ പട്ടണത്തിൻ്റെ മാസ്മരികതയിൽ യോനാ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തോട് ചേർന്ന് നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ രണ്ടാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പുസ്തകം 4 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരു പരാജയപ്പെട്ട ഒരു പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമല്ല നമുക്ക് തരുന്നത്, മനുഷ്യനെ എല്ലായ്പ്പോഴും അവൻ്റെ എല്ലാ ജീവിതാനുഭവങ്ങളിലും അവനെ പിന്തുടർന്ന് പിടിക്കുന്ന ചെല്ലുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഒന്ന് നമുക്കറിയാം, റണ്ണിങ് ഫ്രം ഗോഡ്സ് കോൾ, ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന്, ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് ഓടി ഒളിക്കുന്ന യോന. 1 അധ്യായം 2 വാക്യം, എഴുന്നേൽക്കുക, മഹാനഗരമായ നിനവയിലേക്ക് പോകുക. എന്നാൽ അവൻ അനുസരിച്ചില്ല എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെല്ലാം അവൻ ഓടി അകലുകയാണ്. സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റമോസ് പറയുന്നു, പ്രവാചകൻ ഓടിയത് ദൈവവചനം അറിയാതെയല്ല, അനുസരിക്കുവാൻ മനസ്സില്ലാത്ത ഒരു ഹൃദയം അവനുള്ളത് കൊണ്ടാണ് അവൻ ഓടിയാകുന്നത്. ആദമിൻ്റെ ഹവ്വായുടെ കാലഘട്ടം മുതൽ ഇന്ന് 2026 ഈ ജനുവരി മാസം 27-ാം തീയതി പ്രഭാതത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ദൈവം ഓരോ പ്രഭാതത്തിലും പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, വചന വായനയിലൂടെ ഒക്കെ വിളിക്കുന്ന വിളി നമ്മൾ പലപ്പോഴും ദൈവവചനമോ ആരാധനയെക്കുറിച്ചുള്ള ബോധ്യമില്ലാതെ ഉള്ളതുകൊണ്ടല്ല, നമുക്കതെല്ലാം ഉണ്ട്. പക്ഷെ അനുസരിക്കാനുള്ള ഒരു ഹൃദയം, ഒരു മനസ്സ് നമുക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിൻ്റെ വിളിയിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ ദൈവികമായ അനുഭവത്തിൽ നിന്നും, ദൈവം വിളിച്ച നിയോഗത്തിൽ നിന്നും ഓടിപ്പോകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ടല്ല. അത് നമ്മുടെ ഈ ഓടിപ്പോക്ക്, ഈ അകൽച്ച നമ്മുടെ ആത്മീയമായ സ്പിരിച്വൽ പീസ്, സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് യോന കപ്പലിൽ കയറുമ്പോൾ അവിടെ കൊടുങ്കാറ്റുയരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവികമായ അനുസരണക്കേട് കൊണ്ട് ഓടി അകലുന്ന യോന ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. അവിടെ കൊടുങ്കാറ്റുണ്ടാകുന്നു, ആളുകൾക്ക് സമാധാനമില്ല, ആളുകളുടെ മുന്നോട്ടുള്ള യാത്രകളെല്ലാം പ്രതിസന്ധിയിലാകുന്നു. അനുസരണക്കേട് വ്യക്തിപരമാണ്, പക്ഷെ അത് ബാധിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു ഭവനത്തെ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെയാണ്. നമുക്ക് പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങിയതുപോലെ നമുക്കൊന്നും മടങ്ങിച്ചെല്ലാൻ സാധിക്കണം. ഈ പ്രഭാതം നമ്മൾ പലപ്പോഴും മാമോദീസായിലൂടെ സ്വീകരിച്ച ദൈവികമായ നിയോഗവും വിളിയും മറന്നുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? മറന്നുകൊണ്ടല്ലേ നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്? മറന്നുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും ഭവനത്തിലേക്ക് പോകുന്നത്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുന്നത്? അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നിന്ന് അകലുന്ന യോന, അവൻ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മുഖാന്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് യോന പ്രവചിച്ച പ്രവചനത്തിൻ്റെ ആഴം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് ദൈവികമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കുക, മഹാനഗരമായ നിനവയിലേക്ക് പോകുക എന്ന് പറയുന്ന വിളി എന്നിലും നിങ്ങളിലും ഒക്കെയുണ്ട്. നമുക്ക് എഴുന്നേൽക്കാം. ദൈവം പറഞ്ഞ പ്രവചനത്തിന് കീഴ്പ്പെട്ട് നമ്മുടെ ദേവാലയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, ജീവിത പങ്കാളിയിൽ, ജീവിത മേഖലകളിലൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ഓടിയകലാതെ വിശ്വസ്തയോടെ നമുക്ക് നിൽക്കാൻ സാധിക്കണം. ജോലി മേഖലയിലൊക്കെ നമ്മൾ ഈ വിളിയെ മറന്നുകൊണ്ട് പലപ്പോഴും ജീവിക്കാറില്ല. അവിശ്വസ്തത ഒക്കെ നമ്മൾ കാണിക്കാറില്ലേ? അതെല്ലാം മറക്കാം. യോന നമ്മെ പഠിപ്പിച്ച പാഠം, ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ മാത്രമല്ല, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം പോലും ഭാരത്തിലകപ്പെടും. തിരിച്ചറിയാം. ഒരു ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതാ പ്രവാചകൻ ഓടിയത് ദൈവവചനം അറിയാതെയല്ല, അനുസരിക്കാൻ മനസ്സില്ലാത്തൊരു ഹൃദയം കൊണ്ടാണ് എന്ന് ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതുപോലെ നമുക്കും തിരിച്ചറിവിൻ്റെ ഒരു ബോധ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ചിന്ത നമ്മിൽ തമ്പുരാൻ തരുന്നത്. ദ ഗോഡ് ഹു റീസ്റ്റോർസ് ത്രൂ മേഴ്സി. ദൈവം ദൈവവിളിയിൽ നിന്ന് അകന്ന യോനയെ നശിപ്പിച്ചില്ല. ഒരു വലിയ മീനിനെ ഒരുക്കി അവനെ സംരക്ഷിച്ചു. യോന എന്താ ചെയ്തത്? പിതാക്കന്മാർ പാട്ടിലൂടെ ആരാധനയോടെ പഠിപ്പിക്കുന്നത് യോന ആ മീനിൻ്റെ ഉള്ളിലകത്ത് പ്രാർത്ഥിച്ചു. ആ മുട്ടുകുത്താൻ തുടങ്ങി, കുമ്പിടാൻ തുടങ്ങി. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ പോകാൻ തുടങ്ങി. എഫ്രൈം പിതാവ് പറയുന്നത് ആ മീനിൻ്റെ ഉൾവശം ഒരു വലിയ മൊണാസ്ട്രിയായി മാറി എന്നുള്ളതാണ്, ഒരു ദേവാലയമായി മാറി എന്നുള്ളതാണ്. അവൻ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുമ്പിടാൻ തുടങ്ങി. പ്രാർത്ഥനകൾ കണ്ടിന്യൂസ് ആയിട്ട് അവൻ്റെ നാവിൽ നിന്ന് വരാൻ തുടങ്ങി. ആ മീനിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവനെ കരയിൽ തള്ളിയതിന് ശേഷം, ഉപേക്ഷിച്ചതിന് ശേഷം ആ മീൻ മടങ്ങിപ്പോയി. ആ ഒരു ടൈമിൽ, ആ സമയത്ത് ദൈവം വീണ്ടും യോനയെ വിളിക്കുന്നുണ്ട്. എഴുന്നേൽക്കുക, നിനവയിലേക്ക് പോകുക. ആദ്യം പറഞ്ഞിട്ട് അനുസരിക്കാത്ത യോനയെ വീണ്ടും ദൈവം വിളിച്ചു വേർതിരിക്കുകയാണ്. നമുക്കറിയാം, സെന്റ് അഗസ്റ്റിൻ എന്ന പിതാവ് പറയുന്നത് മാനസാന്തരത്തിൻ്റെ വാതിൽ തമ്പുരാൻ തുറക്കുമ്പോൾ തമ്പുരാൻ്റെ കരുണ നാം ചെയ്ത പാപത്തേക്കാൾ വലുതായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളെ അവസാനമായി ഒരിക്കലും കാണുന്നില്ല. അതിനെല്ലാം വിജയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യുന്ന, പുനഃസ്ഥാപിക്കുന്ന തമ്പുരാനാണ്. നിനവേ മാനസാന്തരപ്പെട്ടു, ദൈവം ശിക്ഷ പിൻവലിച്ചു. യോന എഴുന്നേറ്റു, പ്രവചനം പൂർത്തീകരിച്ചു. ദൈവമക്കളെ, മടങ്ങിച്ചെല്ലാനിടയാകട്ടെ. ആ വിളിയെ നമുക്ക് കാതോർക്കാം. ദൈവം മാമോദീസായിലൂടെ എഴുന്നേൽക്കുക, നീ നിനവിലേക്ക് പോകുക എന്ന് യോനയോട് പറഞ്ഞതുപോലെ തന്നെ എഴുന്നേൽക്കുക, പോകുക എന്നുള്ളത് നമ്മോടും പറയുന്നു. ഭവനത്തിലേക്ക്, ദേവാലയത്തിലേക്ക്, ആരാധനയിലേക്ക് മടങ്ങിപ്പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട നിത്യനും പരിശുദ്ധനുമായ കർത്താവേ, നല്ലൊരു പ്രഭാതം അവിടെ ദാനമായി തന്നതിനോട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രഭാതത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. നിന്റെ വിളിയിൽ നിന്നകന്ന് സഞ്ചരിച്ച് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം വലിയ ഭാരങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ഒരു തിരിച്ചറിവ് തമ്പുരാനെ ഈ നോമ്പിൽ തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വീണ്ടും തമ്പുരാനെ, ഞങ്ങളുടെ പരാജയങ്ങളും ഞങ്ങളുടെ നഷ്ടങ്ങളുമെല്ലാം നിന്റെ കരുണയിലേക്ക് ഞങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ദ ഗോഡ് ഹു റീസ്റ്റോർസ് ത്രൂ മേഴ്സി, കരുണയോടെ പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങൾ ഇടവകയെ, ഭവനങ്ങളെ, ബന്ധങ്ങളെല്ലാം അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവ പൈതലായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, തലമുറ അനുഗ്രഹിക്കണമേ. നല്ല ദൈവാലയം, മാതൃകമുള്ള ദൈവാലയമായി തീരുവാൻ ഞങ്ങളുടെ ഇടവകകളെ അനുഗ്രഹിക്കണമേ. നാൾതോറും നിന്ന് കരുണയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുകാരുടെയും നാമത്തിൽ തന്നെ ആമീൻ. രണ്ടാം ദിനം നോമ്പ് ഭക്ഷണം വെടിയുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്ന നല്ല മകനായി തീരുവാൻ, മകളായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.